സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ. നിങ്ങൾ ഏത് നാട്ടിലിരുന്നു കൊണ്ട്, ഏത് ദിക്കിലിരുന്നു കൊണ്ട്, എവിടെ ഇരുന്നു കൊണ്ടാണ് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതെങ്കിലും അതെല്ലാം എനിക്ക് വെളിവായി കാണിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചോദിച്ചപ്പോൾ, ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ വെളിവാക്കപ്പെടുമെന്ന്. ഫകൈഫ തുറദു സ്വലാത്തുനാ അലൈക വഖദ് അറംത. നിങ്ങൾ മരിച്ച മണ്ണോട് ചേർന്ന് പോയില്ലേ ഹബീബേ, പിന്നെ എങ്ങനെയാണ് മരിച്ച മണ്ണോട് ചേർന്നാൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അങ്ങയുടെ മേൽ കാണിക്കപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് സ്വഹാബത്ത് സംശയം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ എൻ്റെ ജീവിതകാലത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്തിനെ എന്നിലേക്ക് എത്തിക്കപ്പെടുന്നത് പോലെ എൻ്റെ വഫാത്തിൻ്റെ ശേഷം എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും എനിക്ക് വെളിവാക്കപ്പെടുകയാണ്. ഞാൻ എൻ്റെ ഭൗതിക ശരീരത്തെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അത് നാമാവശേഷമായി പോവുകയില്ല. ഇന്നമാ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയാക്കളുടെ ശരീരത്തെ അല്ലാഹു മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. നമ്മുടെ ഏതൊരാളുടെയും ശരീരത്തെ ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ നമ്മുടെ ശരീരം തിന്നാൻ വലിയ വലിയ പുഴുക്കളുണ്ട്, തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. പക്ഷെ അമ്പിയാക്കളുടെ ശരീരത്തെ അല്ലാഹു മണ്ണിനെ ഹറാമാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിൻ്റെ സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തെ അള്ളാഹു പടച്ചതുപോലും അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടിയിട്ടാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പടച്ചതും അതിന് തന്നെയാണ്. ആർക്ക് വേണ്ടി? മുസ്തഫായ നബി തങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മുസ്തഫായ നബി തങ്ങളെ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ടല്ലോ, എത്ര വയസ്സായി? വയസ്സെത്രയെന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷേ 70,000 കൊല്ലത്തിലൊരിക്കൽ ആകാശത്തുദിക്കുന്ന ഒരു പ്രത്യേകതര നക്ഷത്രത്തെ 70,000 തവണ എന്നും 72,000 തവണ എന്നും പല അഭിപ്രായങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലങ്ങൾക്ക് മുമ്പ്, യുഗാന്തരങ്ങൾക്ക് മുമ്പ് ആ കണ്ട പ്രകാശത്തെക്കുറിച്ച് മുസ്തഫായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലെ, അത് എൻ്റെ പ്രകാശമാണ്. അപ്പോൾ ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല, ഇത് കാലങ്ങളായിട്ട് ഈ ഭൂമിയും അതിലുള്ളതും ആകാശവും അതുപോലെ തന്നെ എന്തെല്ലാമുണ്ടോ അവകൾ മുഴുവനും അല്ലാഹ് പടച്ചത് ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ വ്യക്തി പ്രഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.